നമസ്കാരം. ഇന്ന് നമ്മൾ 1001 രാവുകളിലെ വളരെ രസകരമായ ഒരു കഥയിലേക്കാണ് കടക്കാൻ പോകുന്നത്. വിധിയും മാന്ത്രികതയും ചതിയുമെല്ലാം ഒരുപോലെ ഇഴചേർന്ന് കിടക്കുന്ന ഒരു കഥയാണിത്. ഷെഹരസാദെ കഥ തുടങ്ങുന്നതുപോലെ നമുക്കും ഈ കഥയുടെ പശ്ചാത്തലമൊന്ന് നോക്കാം. ഇതൊരു സാഹസിക യാത്രയിൽ നിന്നൊന്നുമല്ല തുടങ്ങുന്നത്, മറിച്ച് ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന അവസാന വാക്കുകളിൽ നിന്നാണ്. ബസ്ര എന്ന നഗരത്തിൽ നൂർ അൽ ഡീൻ എന്നു പേരുള്ള ശക്തനായ ഒരു മന്ത്രിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്റെ അന്ത്യം അടുത്തു എന്ന് തോന്നിയപ്പോൾ പ്രിയപ്പെട്ട മകനായ ഹസ്സനെ വിളിച്ച് ഒരു രഹസ്യരേഖയും ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട 5 പ്രധാന ഉപദേശങ്ങളും നൽകി. ആ കൊടുത്തയച്ച കടലാസ് ഒരു സാധാരണ രേഖയായിരുന്നില്ല. അതായിരുന്നു ഹസ്സന്റെ ഒരു രക്ഷാകവചം. ഭാവിയിൽ എന്തെങ്കിലും വലിയ ആപത്ത് വന്നാൽ അവൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ഈജിപ്തിലുള്ള തന്റെ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള ഒരേ ഒരു വഴി. അപ്പോ എന്തൊക്കെയായിരുന്നു ആ 5 ഉപദേശങ്ങളെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഇവയായിരുന്നു ഹസ്സന്റെ ജീവിതത്തിലൊരു വഴികാട്ടിയാകേണ്ടിയിരുന്നത്. പക്ഷേ കണ്ടില്ലേ, ചില സമയങ്ങളിൽ ഒരു ഉപദേശത്തിനും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഒരു സുൽത്താന്റെ പ്രവചിക്കാൻ പറ്റാത്ത ദേഷ്യത്തിൽ നിന്ന് ഹസ്സനെ രക്ഷിക്കാൻ ഒരു ജ്ഞാനത്തിനും കഴിഞ്ഞില്ല. നോക്കൂ, കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹസ്സന്റെ ലോകം തലകീഴായി മറിഞ്ഞു. അങ്ങനെ ഉടുതുണിക്ക് മരുതുണിയില്ലാതെ എങ്ങോട്ടു പോകണമെന്നറിയാതെ ഹസ്സൻ ആ നഗരം വിടുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. അങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് അവസാനം ഹസ്സൻ ഒരിടത്ത് എത്തിച്ചേർന്നു. അവനപ്പോൾ ആകെയുണ്ടായിരുന്നത് ഒരേയൊരു അഭയസ്ഥാനം മാത്രം. അതവന്റെ അച്ഛന്റെ കല്ലറയായിരുന്നു. അവിടെ വെച്ച് ഒരു കച്ചവടക്കാരൻ അവനൊരു ഓഫർ കൊടുത്തു. 1000 സ്വർണ്ണ നാണയം. പക്ഷെ എന്തിനാണെന്നറിയാമോ? ഹസ്സന്റെ അച്ഛന്റെ ആദ്യമായി തുറമുഖത്തെത്തുന്ന കപ്പലിന്റെ അവകാശത്തിന്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഹസ്സൻ അത് സമ്മതിച്ചു. ഇനിയാണട്ടോ കഥയുടെ ഗതി മാറുന്നത്. സാധാരണ മനുഷ്യരുടെ ലോകത്ത് നിന്ന് ഒരു മാന്ത്രിക ലോകത്തേക്ക്. ആ കല്ലറയിൽ ഹസ്സൻ കിടന്നുറങ്ങുമ്പോ നിലാവിൽ തിളങ്ങുന്ന അവന്റെ മുഖം ആ വഴി പോയ ഒരു ജിന്നിന്റെ കണ്ണിൽപ്പെട്ടു. ആ ജിന്ന് അതിലും ശക്തിയേറിയ ഒരു ഇഫ്രീത്തിനെ കണ്ടുമുട്ടുകയാണ്. അപ്പോഴാണ് ഇഫ്രീത്ത് ഒരു കാര്യം പറയുന്നത്. ഹസ്സനെ പോലെ തന്നെ സുന്ദരിയായ, പക്ഷെ അവനേക്കാൾ കഷ്ടമായ വിധി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് എന്ന്. ഇഫ്രീത്ത് അവിശ്വസനീയമായൊരു സത്യം വെളിപ്പെടുത്തുന്നു. ഈ രാജകുമാരി മറ്റാരുമല്ല, ഹസ്സനോട് കണ്ടെത്താൻ പറഞ്ഞിരുന്ന ആ അമ്മാവന്റെ മകളാണ്. അതായത് ഹസ്സന്റെ മുറപ്പെണ്ണ്. അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, രാജകുമാരിയുടെ അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല. അതിൽ ദേഷ്യം വന്ന ഈജിപ്തിലെ സുൽത്താൻ തന്റെ കൂനനായ കുതിരക്കാരനെക്കൊണ്ട് അവളെ അതേ രാത്രി തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോ നോക്കൂ, ഹസ്സന് എല്ലാം നഷ്ടപ്പെട്ട അതേ നിമിഷങ്ങളിൽ അവന്റെ ബന്ധു ഒരു ഭീകരമായ വിവാഹബന്ധത്തിൽ കുടുങ്ങാൻ പോവുകയായിരുന്നു. ഇതറിഞ്ഞപ്പോ ജിന്നും ഇഫ്രീത്തും ഒരു തീരുമാനമെടുത്തു. അവർക്കിതിൽ ഇടപെടണം. പിന്നെ ഒന്നും നോക്കിയില്ല, ഉറങ്ങിക്കിടക്കുന്ന ഹസ്സനെ ബസ്രായിൽ നിന്ന് ഈജിപ്തിലേക്ക് കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അവരെത്തിച്ചു. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ, നാടുകടത്തപ്പെട്ട കയ്യിലൊന്നുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു രാജകീയ കല്യാണം മുടക്കാൻ പറ്റുക? ഒരു അപരിചിതമായ നഗരത്തിൽ ഹസൻ കണ്ണു തുറന്നപ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഒരു പദ്ധതിയുമായി ഇഫ്രീത്ത് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇഫ്രീത്തിന്റെ പ്ലാൻ സിമ്പിളായിരുന്നു, പക്ഷേ ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു. ഹസനിന്റെ സൗന്ദര്യവും പിന്നെ ഒരിക്കലും തീരാത്ത സ്വർണവും ഉപയോഗിച്ച് അവനെ ആ കല്യാണത്തിലെ ശ്രദ്ധാകേന്ദ്രമാക്കുക. ഹസൻ ഇഫ്രീത്ത് പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. പിന്നെ അവിടെ നടന്നത് ഒരു സംഭവമായിരുന്നു. അതിന്റെ ഫലം പെട്ടെന്നുള്ളതും വളരെ വലുതുമായിരുന്നു. നമുക്ക് വിവാഹവേദിയിലേക്കൊന്നു പോയി നോക്കാം. ഹസന്റെ സൗന്ദര്യവും ഈ സ്വർണം വാരി വിതറുന്നതും കണ്ടതോടെ എല്ലാവരും അവനിൽ മയങ്ങി. സംഗീതക്കാരും തോഴിമാരും പറഞ്ഞു, ഹസൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് കയറില്ല എന്ന്. ഹാളിലെത്തിയപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ ഹസനെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അവരൊക്കെ ഹസനു വേണ്ടി പ്രാർത്ഥിക്കാനും യഥാർത്ഥ വരനായ ആ കൂനനെ ശപിക്കാനും തുടങ്ങി. എന്തിന്? ആ കൂനന്റെ കയ്യിലിരുന്ന മെഴുകുതിരി പോലും കത്തിയില്ല. അത് വീണ്ടും വീണ്ടും അണഞ്ഞുപോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ രാജകുമാരി ഹസനെ കണ്ടു. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ, ഈ കൂനലിൽ നിന്ന് എന്നെ രക്ഷിക്കണേയെന്ന്. അവൾ ആ കൂനലിൽ നിന്ന് മുഖം തിരിച്ച് ഒരു രക്ഷകനെ കണ്ട പോലെ ഹസ്സന്റെ അടുത്തേക്ക് നീങ്ങി. അതിഥികളൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഇഫ്രീത്ത് അവസാനത്തെ ഏറ്റവും ധീരമായ നിർദ്ദേശം കൊടുത്തു. കൂനൻ പോയിക്കഴിഞ്ഞാൽ നേരെ മണവാട്ടിയുടെ മുറിയിലേക്ക് ചെല്ലുക. എന്നിട്ട് പറയുക, യഥാർത്ഥ വരൻ നീയാണെന്നും ആ കൂനൻ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടവ് മാത്രമായിരുന്നെന്നും. അപ്പോ ഹസ്സൻ വരനായി അഭിനയിക്കുന്നു, യഥാർത്ഥ മണവാട്ടി അവിടെ കാത്തിരിക്കുന്നു. അവൾ മുഖപടം മാറ്റുമ്പോ എന്തായിരിക്കും സംഭവിക്കുക? ഇഫ്രീത്തിന്റെ പ്ലാൻ വളരെ സിമ്പിൾ, പക്ഷെ അത്രയും ബുദ്ധിപരമായിരുന്നു. നോക്കൂ, വെറും 4 സ്റ്റെപ്പുകൾ. ആദ്യം
ആ കൂനൻ പുറത്തു പോകാൻ കാത്തിരിക്കണം. ആ സമയം നോക്കി ബദറൽദിൻ അകത്ത് കയറണം. എന്നിട്ട് വധുവിനോട് സത്യം പറയണം. അവസാനം ആ കൂനൻ വെറുമൊരു ഡെക്കോയിയായിരുന്നു, കണ്ണേര് തട്ടാതിരിക്കാനുള്ളൊരു സൂത്രം എന്നു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണം. കേൾക്കുമ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇഫ്രീത്ത കൂനനെ അത്ര എളുപ്പത്തിലൊന്നും വിടാൻ തയ്യാറായിരുന്നില്ല. അവൻ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആദ്യം ഒരു ചെറിയ എലിയായി, പിന്നെ അതൊരു പൂച്ചയായി, പട്ടിയായി, കഴുതയായി, അവസാനം ഒരു ഭീമാകാരനായ പോത്തായി മാറി അയാളെ പേടിപ്പിച്ച് ഒരു കിണറ്റിൽ കൊണ്ടിട്ടു. അതായത് പ്ലാൻ ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് അവൻ ഉറപ്പുവരുത്തി. ബദറൽദിൻ എത്ര സമർത്ഥമായാണ് സംസാരിക്കുന്നതെന്ന് നോക്കൂ. ഇതൊക്കെ വെറുമൊരു തമാശയായിരുന്നു. കണ്ണേറ് തട്ടാതിരിക്കാൻ അച്ഛൻ വാടകയ്ക്ക് കൊണ്ടുവന്ന ആളാണ് ആ കൂനൻ എന്നൊക്കെ പറഞ്ഞ് അവൻ സിദ്ദൽ ഹുസിന്റെ പേടിയൊക്കെ മാറ്റി അവളെ തന്റെ ഭാഗത്താക്കി. അങ്ങനെ ആ രാത്രിയിൽ പ്രണയം ജയിച്ചു. എല്ലാം ശുഭം. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കഥയുടെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആ മാന്ത്രികമായ സഹായം തന്നെ ഒരു വലിയ ദുരന്തത്തിന് കാരണമാവുകയാണ്. അങ്ങനെ ആ പ്രണയികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ തിരികെ വീട്ടിലെത്തിക്കാൻ വേണ്ടി ആ ജിന്നുകൾ അവരെയും കൊണ്ട് രാത്രി ആകാശത്തിലൂടെ പറന്നുപോയി. താഴെ ലോകം മുഴുവൻ ഉറങ്ങുകയാണ്. പക്ഷെ മുകളിൽ ആകാശത്തിൽ അവരുടെ വിധി മാറിമറിയാൻ പോവുകയായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. ആകാശത്ത് നിന്നൊരു തീഗോളം പോലെ എന്തോ ഒന്ന് പാഞ്ഞുവന്നു. അതൊരു ഉൽക്കയായിരുന്നു, ഒരു ദൈവീകായുധം. അത് ആണിഫ്രീത്തിനെ നിമിഷനേരം കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കി. പേടിച്ചുപോയ പെൺജിൻ കയ്യിലുണ്ടായിരുന്ന ബദറൽദിനെ ഡമാസ്കസ് നഗരത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിമറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ജീവിതം തലകീഴായി മറിഞ്ഞു. ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു നിമിഷം മുൻപ് ഈജിപ്തിലെ മണിയറയിൽ പ്രിയപ്പെട്ടവളുടെ കൂടെ, അടുത്ത നിമിഷം ഒറ്റ ഷർട്ട് മാത്രമിട്ട് അറിയാത്തൊരു നാട്ടിൽ ഒരുപാട് ആളുകളുടെ നടുവിൽ. ചുറ്റുമുള്ളവർ അവനൊരു ഭ്രാന്തനാണെന്ന് കരുതുന്നു. ബദറൽദിന്റെ ആ ആശയക്കുഴപ്പവും പേടിയും എത്ര വലുതായിരിക്കുമയ്യേ. ഭാഗ്യത്തിന് വിധി അവനെ പൂർണ്ണമായി കൈവിട്ടില്ല. ദയയുള്ളൊരു പാചകക്കാരൻ അവനെ മകനെപ്പോലെ കൂടെ കൂട്ടി. അങ്ങനെ ഡമാസ്കസിൽ ബദറൽദിന്റെ പുതിയൊരു ജീവിതം തുടങ്ങി. പക്ഷേ തന്റെ പഴയ ജീവിതത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഉള്ള ഓർമ്മകളെല്ലാം അവന്റെ മനസ്സിൽ നിന്ന് പതിയെ മാഞ്ഞുപോയിരുന്നു. അപ്പോ ബദറൽദിൻ ഡമാസ്കസിൽ പുതിയ ജീവിതം തുടങ്ങിയപ്പോൾ ഈജിപ്തിൽ എന്തായിരിക്കും സംഭവിച്ചത്? അവന്റെ തിരോധാനം അവിടെ എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്? കഥയുടെ ഫോക്കസ് വീണ്ടും ഈജിപ്തിലേക്ക് മാറുകയാണ്. ആലോചിച്ചു നോക്കൂ, സ്വന്തം മോൻ എന്നേക്കുമായി പോയി എന്ന് വിശ്വസിക്കുന്ന ഒരമ്മ. അവരുടെ ആ സങ്കടം ശരിക്കും പറഞ്ഞാലേ ഈ കഥയുടെ ഒരു ഇമോഷണൽ ടോൺ സെറ്റിയാണ്. ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളുടെ ആഴം നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നോക്കൂ, അവർ തമ്മിൽ എത്ര ദൂരമുണ്ടായിട്ടാണ് ഒരാൾ ഡമാസ്കസില് മറ്റൊരാൾ ബസ്രയില്. എന്നിട്ടും അവരുടെ ജീവിതം ഒരേ സങ്കടത്തിന്റെ ട്രാക്കിലൂടെയാണ് പോകുന്നത്. ശരിക്കും അത്ഭുതമാണല്ലേ? അവരറിയാതെ തന്നെ അവരുടെ ആ വേദന അവരെ ഒരുമിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥയിലേക്ക് ഒരു പുതിയ ആൾ വരുന്നത്. നെക്സ്റ്റ് ജനറേഷൻ. ഹസന്റെ മകൻ അജീബ്. ഹസൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വന്തം മകൻ. ഈ കുടുംബത്തിന്റെ പിരിഞ്ഞുപോകലിന്റെ രഹസ്യം പരിഹരിക്കുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രധാന കണ്ണി, ഒരു കീ പ്ലെയറായി മാറുകയാണ് ഈ കുട്ടി. ഈ സ്ലൈഡ് നോക്കൂ. ഒരു ദശാബ്ദകാലത്തെ വേദനയാണ് ഇതിൽ ചുരുക്കി പറയുന്നത്. ബദറൽദിന്റെ അതേ മുഖമുള്ള ഒരു മകൻ അജീബ് ജനിക്കുന്നു. 7-ാം വയസ്സിൽ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു. പക്ഷെ 11-ാം വയസ്സായപ്പോഴേക്കും അച്ഛനില്ലാത്തവൻ എന്നുള്ള കളിയാക്കലുകൾ അവന് സഹിക്കാൻ പറ്റാതായി. അവിടെയാണ് അടുത്ത തലമുറയുടെ ദുരന്തത്തിന് തുടക്കമാകുന്നത്. ആരാണ് എന്റെ അച്ഛൻ? ഈ ഒരൊറ്റ ചോദ്യം അജീബിന്റെ കുട്ടിക്കാലത്തെ മുഴുവൻ വേട്ടയാടി. ആ ചോദ്യത്തിനു മുന്നിൽ അവന്റെ അമ്മയ്ക്കും മുത്തച്ഛനും ശരിയായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ പേരറിയാത്തവൻ ഞങ്ങളുടെ കൂടെ കളിക്കണ്ട. മറ്റു കുട്ടികളുടെ ഈ ക്രൂരമായ വാക്കുകൾ ഒരു തീ പോലെയാണ് അവന്റെ ഉള്ളിൽ കൊണ്ടത്. ആ വേദനയിൽ നിന്നാണ് തന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന വാശി അവനുണ്ടാവുന്നത്. ഇപ്പോൾ കഥ അതിന്റെ ഏറ്റവും നിർണായകമായ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. വർഷങ്ങളായി അകന്നുപോയ കഥാപാത്രങ്ങളെല്ലാം അവരറിയാതെ തന്നെ ഒരേ നഗരത്തിൽ കണ്ടുമുട്ടാൻ പോകുന്നു. അതെ, ഡമാസ്കസിൽ വെച്ച്. വിധിയുടെ ഒരു കളി നോക്കൂ. അച്ഛനെ തേടിയിറങ്ങിയ അജീബ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ കയറി ചെല്ലുന്നത് സ്വന്തം അച്ഛന്റെ പാചകപ്പുരയിലേക്കാണ്. അച്ഛനും മകനും മുഖാമുഖം നിൽക്കുന്നു. പക്ഷെ അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഇത് കാണുന്ന നമുക്കാ സത്യമറിയാം. അച്ഛൻ മകനോട് ചോദിക്കുന്ന ആ ചോദ്യം ഒന്ന് കേട്ടുനോക്കൂ. എന്റെ കുഞ്ഞേ, നിന്റെ ചെറുപ്രായത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് നിന്നെയും ബാധിച്ചുവോ? തന്റെ സ്വന്തം മകനോടാണ് സംസാരിക്കുന്നതെന്ന് ബദറൽദിൻ അറിയുന്നില്ല. പക്ഷേ അവരുടെ ആത്മാക്കൾക്കിടയിൽ
അവർ പോലും അറിയാത്തൊരു ബന്ധം അവിടെ രൂപപ്പെടുകയായിരുന്നു. ആ കുട്ടിയോട് ബദറൽദിന് ഒരു പ്രത്യേക അടുപ്പം തോന്നി. എന്തുകൊണ്ടാണെന്ന് അവന് വിശദീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ തന്റെ ആത്മാവിന്റെ ഒരു ഭാഗം ആ കുട്ടിയുടെ കൂടെ പോകുന്നതുപോലെ അവന് തോന്നി. അപ്പോ ഇവിടെ വെച്ചാണ് കഥയുടെ ഗിയർ മാറുന്നത്. സീനിലേക്ക് ഹസന്റെ അമ്മാവൻ വരുന്നു. വെറുമൊരു അമ്മാവനല്ല, ഒരു മന്ത്രിയാണദ്ദേഹം, ഷംസൽഡീൻ. അദ്ദേഹം തന്റെ മരുമകനെ കണ്ടെത്താൻ ഒരു വലിയ മിഷൻ തന്നെ തുടങ്ങുകയാണ്. ആലോചിച്ചു നോക്കൂ, വർഷങ്ങളായി കാണാതായ ഒരാളെ കണ്ടെത്താനുള്ള ഒരു വലിയ യാത്ര, അതിന്റെ തുടക്കമാണിത്. ഈ യാത്ര അത്ര ചെറുതൊന്നുമായിരുന്നില്ല. ഡമാസ്കസിൽ നിന്ന് തുടങ്ങി ഹോംസ്, പിന്നെ മൊസൂൾ, അവസാനം ബസ്ര വരെ എത്തി. ഓരോ സ്ഥലത്തും അന്വേഷിച്ചു, ഒരു തുമ്പും കിട്ടിയില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ അമ്മാവൻ എത്രത്തോളം ഉറച്ച തീരുമാനത്തിലായിരുന്നു എന്ന്. ആ യാത്രയുടെ ദൂരവും കഷ്ടപ്പാടുകളും ഒന്നോർത്തു നോക്കൂ. അങ്ങനെ അന്വേഷണ സംഘം, അതായത് ഇപ്പോൾ കൂടെ ഹസന്റെ അമ്മയും മകൻ അജീബുമുണ്ട്, അവരെല്ലാം തിരിച്ച് ഡമാസ്കസിലേക്ക് തന്നെ വരികയാണ്. പക്ഷേ അവരൊരു കാര്യം അറിയുന്നില്ല. അവർ അന്വേഷിച്ചു നടക്കുന്ന ആ വലിയ രഹസ്യത്തിന്റെ ഉത്തരം ആ നഗരത്തിലെ തന്നെ ഒരു സാധാരണ പാചകക്കാരന്റെ കടയിലുണ്ടെന്ന്. അതെ, കഥയുടെ ടേണിംഗ് പോയിന്റ് അവിടെയാണ്. അങ്ങനെ തികച്ചും യാദൃച്ഛികമായി ആ കൊച്ചുമകൻ അജീബ് ആ കടയിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ വെച്ച് അവനൊരു പ്രത്യേക വിഭവം രുചിച്ചു നോക്കുന്നു, മാതള നാരങ്ങ സ്റ്റൂ. അവൻ അറിയുന്നില്ല അതുണ്ടാക്കിയത് അവന്റെ സ്വന്തം അച്ഛനാണെന്ന്. ആ കുടുംബത്തിന്റെ മുഴുവൻ തിരിച്ചറിയൽ രേഖയും ഒഴിപ്പിച്ചുവെച്ചത് ആ ഒരൊറ്റ രുചിയിലായിരുന്നു. ഇനി കേൾക്കാൻ പോകുന്നതൊരു നിർണായക നിമിഷമാണ്. അജീബ് ആ കറി കഴിച്ചിട്ട് ഒരു താരതമ്യം നടത്തുന്നുണ്ട്. അവന്റെ മുത്തശ്ശിയുടെ പാചകത്തെക്കുറിച്ച് അവൻ പറഞ്ഞ ആ ഒരു നിഷ്കളങ്കമായ വിമർശനം, ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു കഥയുടെ ഗതി മാറ്റിയത്. അങ്ങനെ പേരക്കുട്ടി കൊണ്ടുവന്ന ആ കറിയുടെ ഒരു സാമ്പിൾ മുത്തശ്ശി രുചിച്ചു നോക്കി. ആ ഒരൊറ്റ നിമിഷം അവരുടെ മുഖം മാറി. കാരണം അതൊരു നല്ല പാചകക്കാരന്റെ കൈപുണ്യമല്ല, അത് തന്റെ മകന്റെ കൈപുണ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരുടെ വാക്കുകളിലെ ആ ഒരു ഉറപ്പും വർഷങ്ങളുടെ സങ്കടവും നമുക്ക് കാണാം. ഓക്കേ, അപ്പോൾ ഇവിടെ വെച്ച് കഥയൊരു ആക്ഷൻ ത്രില്ലർ പോലെ ആവുകയാണ്. ഹസൻ എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അവനെ പിടികൂടണം. അതിനായിട്ട് അമ്മാവനൊരുക്കുന്ന പ്ലാൻ അതൊരു ഒന്നൊന്നര പ്ലാനാണ്. വളരെ വിചിത്രവും നാടകീയവുമായ ഒന്ന്. ആകെ ഒരു കൺഫ്യൂഷനും സംഘർഷവും നിറഞ്ഞ അന്തരീക്ഷം. ഹസന്റെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പെട്ടെന്നൊരു ദിവസം കുറെ ആളുകളെ കടയിലേക്ക് ഇരച്ചുകയറുന്നു. കട തല്ലി തകർക്കുന്നു. അവനെ സ്വന്തം തലപ്പാവ് വെച്ച് കെട്ടിവരിഞ്ഞ് വലിച്ചിഴച്ചുകൊണ്ടു പോകുന്നു. എന്തിനാണെന്നോ എന്താണെന്നോ ഒരു പിടിയുമില്ല. എത്ര ഭയാനകമായിരിക്കും ആ അവസ്ഥ. അപ്പൊ എന്തായിരിക്കും ഹസൻ ചെയ്ത ഇത്ര വലിയ കുറ്റം? ഇത്ര വലിയ ബഹളമുണ്ടാക്കാൻ മാത്രം എന്ത് തെറ്റാണവൻ ചെയ്തത്? ഒന്ന് ഗസ് ചെയ്യാമോ? ഇതാണാ കുറ്റം. നിങ്ങളുണ്ടാക്കിയ മാതള നാരങ്ങ സ്റ്റൂവിൽ കുരുമുളക് കുറവാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇതാണ് വലിയ കുറ്റം. ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അമ്മാവന്റെ പ്ലാന്റെ ഒരു ഭാഗമായിരുന്നു ഈ വിചിത്രമായ ആരോപണം. ഹസന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണിത്? വെറും കുരുമുളക് കുറഞ്ഞതിനാണോ ഇതെല്ലാം? ഇതിനാണോ എന്നെ കൊല്ലാൻ പോകുന്നത്? അവന്റെ ഉള്ളിൽ ഈ ചോദ്യങ്ങൾ അലയടിച്ചിട്ടുണ്ടാവും. അവന്റെ ആ ഒരു പകപ്പും പേടിയും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കും. അപ്പോ കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. അമ്മാവൻ ഒരുക്കിയ ആ വലിയ നാടകത്തിന്റെ, ആ വലിയ പദ്ധതിയുടെ അവസാന ഘട്ടം. യാഥാർത്ഥ്യമേതാണ് സ്വപ്നമേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഹസനെ ഒരു പെട്ടിയിലാക്കി അവന്റെ പഴയ വീട്ടിൽ കൊണ്ടുപോയി. അവൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒരു ജയിലല്ല, പകരം 10 വർഷം മുൻപ് അവൻ ഉപേക്ഷിച്ചു പോയ അതേ മണിയറ. എല്ലാം അതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. അവന്റെ പഴയ വസ്ത്രങ്ങൾ എല്ലാം അതേ സ്ഥാനത്ത്. ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല എന്ന ഭാവത്തിൽ അവന്റെ ഭാര്യ അവനെ കാത്തിരിക്കുന്നു. എന്തൊരു സീനാണല്ലേ? അപ്പോ കണ്ണു തുറന്ന ഉടനെ ഹസൻ തന്റെ ഭാര്യയോട് പറയുന്നത് എന്താണെന്നറിയോ? ഞാനൊരു സ്വപ്നം കണ്ടു. 10 വർഷത്തോളം ഞാൻ ഡമാസ്കസിലൊരു പാചകക്കാരനായിരുന്നു. അവസാനം സ്റ്റൂവിലെ കുരുമുളക് കുറഞ്ഞതിന് അവരെന്നെ കുരിശിലേറ്റാൻ പോവുകയായിരുന്നു. അവൻ വിചാരിച്ചത് ഇത്രയും കാലം നടന്നതൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു എന്ന്. പക്ഷേ അതൊരു സ്വപ്നമായിരുന്നില്ല. അപ്പോഴാണ് അമ്മാവൻ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എല്ലാ സത്യവും വെളിപ്പെടുത്തുന്നു. അവന്റെ പഴയ വസ്ത്രങ്ങളും അവൻ പണ്ട് എഴുതിയ കുറിപ്പുകളുമെല്ലാം കാണിച്ച് അവൻ തന്നെയാണ് ഹസനെന്ന് തെളിയിക്കുന്നു. ആ വിചിത്രമായ അറസ്റ്റ് അത് വെറുമൊരു നാടകമായിരുന്നു. അവനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാനും അവൻ തന്നെയാണ് ആ കാണാതായ ആളെന്നുറപ്പിക്കാനുമുള്ള ഒരേയൊരു വഴി അതായിരുന്നു. ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ ഭാര്യയെയും താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മകനെയും വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഹസന്റെ മനസ്സിൽ നിന്ന് വന്ന മനോഹരമായ വരികളാണിത്. സന്തോഷം സഹിക്കാൻ വയ്യാതെ കരഞ്ഞുപോകുന്നൊരവസ്ഥ, അതാണവൻ പറയുന്നത്. ഈ കഥയിലെ ഏറ്റവും വൈകാരികമായ നിമിഷം ഒരുപക്ഷെ ഇതായിരിക്കും.
മരിച്ചുപോയെന്ന് കരുതിയ മകൻ 10 വർഷത്തിനു ശേഷം കൺമുന്നിൽ. അവനെ കെട്ടിപ്പിടിച്ച ആ അമ്മ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ ഒരു കൂടിച്ചേരലിന്റെ എല്ലാ തീവ്രതയും നമുക്ക് മനസ്സിലാകും. അപ്പോ ഇതാണ് കഥ. ഒരു പതിറ്റാണ്ട് 10 വർഷം പിരിഞ്ഞുപോയ ഒരു കുടുംബം ഒരൊറ്റ രുചിയുടെ ഓർമ്മയിൽ വീണ്ടും ഒന്നിക്കുകയാണ്. ഓർമ്മകൾക്ക്, പ്രത്യേകിച്ച് രുചികൾക്കും മണങ്ങൾക്കും എത്ര വലിയ ശക്തിയുണ്ടെന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലേ? കാലത്തെയും ദൂരത്തെയും മറികടക്കാൻ അതിന് കഴിയും. അപ്പോ ഈ കഥ ഇവിടെ തീരുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു പ്രത്യേക രുചിയോ മണമോ നിങ്ങളെ പഴയൊരു കാലത്തേക്ക് ഒരു നല്ല ഓർമ്മയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? ഉറപ്പായി ഉണ്ടാവൂല്ലേ? അങ്ങനെയുള്ള നിങ്ങളെ ഓർമ്മകൾ ഉണർത്തുന്ന ആ രുചി ഏതാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.